എസ്തർ അധ്യായം 1. അഹശ്വേരോശിൻ്റെ കാലത്ത് ഹിന്ദുദേശം മുതൽ കൂശ് വരെ 127 സംസ്ഥാനങ്ങൾ വാണ അഹശ്വേരോശ് ഇവൻ തന്നെ. ആ കാലത്ത് അഹശ്വേരോശ് രാജാവ് ശൂഷൻ രാജധാനിയിൽ തൻ്റെ രാജാസനത്തിന്മേലിരിക്കുമ്പോൾ തൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ തൻ്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും ഒരു വിരുന്ന് കഴിച്ചു. പാർസ്യയിലെയും മേദ്യയിലെയും സേനാധിപന്മാരും പ്രഭുക്കന്മാരും സംസ്ഥാനപതികളും അവൻ്റെ സന്നിധിയിലുണ്ടായിരുന്നു. അന്ന് അവൻ തൻ്റെ രാജകീയ മഹത്വത്തിൻ്റെ ഐശ്വര്യവും തൻ്റെ മഹമാധിക്യത്തിൻ്റെ പ്രതാപവും ഏറിയ നാൾ 180 ദിവസത്തോളം തന്നെ കാണിച്ചു. ആ നാളുകൾ കഴിഞ്ഞ ശേഷം രാജാവ് ശൂഷൻ രാജധാനിയിൽ കൂടിയിരുന്ന വലിയവരും ചെറിയവരുമായ സകല ജനത്തിനും രാജധാനിയുടെ ഉദ്യാന പ്രാകാരത്തിൽ വെച്ച് 7 ദിവസം വിരുന്ന് കഴിച്ചു. അവിടെ വെൺകൽ തൂണുകളിന്മേൽ വെള്ളി വളയങ്ങളിൽ ശണനൂലും ധൂമർനൂലും കൊണ്ടുള്ള ചരടുകളാൽ വെള്ളയും പച്ചയും നീലയുമായ ശീലകൾ തൂക്കിയിരുന്നു. ചുവന്നതും വെളുത്തതും മഞ്ഞയും കറുത്തതുമായ മർമരക്കല്ല് പടുത്തിരുന്ന തളത്തിൽ പൊൻകസവും വെള്ളിക്കസവുമുള്ള മെത്തകളുണ്ടായിരുന്നു. വിവിധാകൃതിയിലുള്ള പൊൻപാത്രങ്ങളിലായിരുന്നു അവർക്ക് കുടിപ്പാൻ കൊടുത്തത്. രാജവീഞ്ഞും രാജപദവിക്ക് ഒത്തവണ്ണം ധാരാളമുണ്ടായിരുന്നു. എന്നാൽ രാജാവ് തൻ്റെ രാജധാനി വിചാരകന്മാരോട്, ആരെയും നിർബന്ധിക്കരുത്, ഓരോരുത്തൻ താന്താൻ്റെ മനസ്സുപോലെ ചെയ്തുകൊള്ളട്ടെ എന്ന് കൽപ്പിച്ചിരുന്നതിനാൽ പാനം ചട്ടം പോലെയായിരുന്നു. രാജ്ഞിയായ വസ്തിയും അഹശ്വേരോശ് രാജാവിൻ്റെ രാജധാനിയിൽ വച്ച് സ്ത്രീകൾക്കൊരു വിരുന്ന് കഴിച്ചു. 7-ാം ദിവസം വീഞ്ഞു കുടിച്ച് ആനന്ദമായിരിക്കുമ്പോൾ അഹശ്വേരോശ് രാജാവ് മെഹൂമാൻ, ബിസ്ത, ഹർബോന, ബിഗ്ദ, അബഗ്ദ, സെദർ, കർക്കസ് എന്നിങ്ങനെ രാജധാനിയിൽ സേവിച്ചു നിൽക്കുന്ന 7 ഷണ്ഡന്മാരോട് ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും വസ്തി രാജ്ഞിയുടെ സൗന്ദര്യം കാണിക്കേണ്ടതിന് അവളെ രാജകിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൾ സുമുഖിയായിരുന്നു. എന്നാൽ ഷണ്ഡന്മാർ മുഖാന്തരം അയച്ച് രാജകൽപ്പന മറുത്ത് വസ്തി രാജ്ഞി ചെല്ലാതിരുന്നു. അതുകൊണ്ട് രാജാവ് ഏറ്റവും കോപിച്ചു. അവൻ്റെ കോപം അവൻ്റെ ഉള്ളിൽ ജ്വലിച്ചു. ആ സമയത്ത് രാജമുഖം കാണുന്നവരും രാജ്യത്ത് പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായ കെർശന, ഷെദാർ, അദ്മാദ, തർശീഷ്, മെരസ്, മർസന, മെമൂഖാൻ എന്നിങ്ങനെ പാർസ്യയിലെയും മേദ്യയിലെയും 7 പ്രഭുക്കന്മാർ അവനോട് അടുത്തിരിക്കുകയായിരുന്നു. രാജധർമ്മത്തിലും ന്യായത്തിലും പരിജ്ഞാനികളായ എല്ലാവരോടും ആലോചിക്കുക പതിവായിരുന്നതിനാൽ കാലജ്ഞന്മാരായ ആ വിദ്വാൻമാരുടെ രാജാവ് ഷണ്ഡന്മാർ മുഖാന്തരം അഹശ്വേരോശ് രാജാവ് അയച്ച കൽപ്പന വസ്തി രാജ്ഞി അനുസരിക്കായ കൊണ്ട് രാജധർമ്മപ്രകാരം അവളോട് ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചു. അതിന് മെമൂഖാൻ രാജാവിനോടും പ്രഭുക്കന്മാരോടും ഉത്തരം പറഞ്ഞെന്തെന്നാൽ, വസ്തി രാജ്ഞി രാജാവിനോട് മാത്രമല്ല അഹശ്വേരോശ് രാജാവിൻ്റെ സർവ്വ സംസ്ഥാനങ്ങളിലുള്ള സകല പ്രഭുക്കന്മാരോടും ജാതികളോടും അന്യായം ചെയ്തിരിക്കുന്നു. രാജ്ഞിയുടെ ഈ പ്രവൃത്തി സകല സ്ത്രീകളും അറിയും. അഹശ്വേരോശ് രാജാവ് വസ്തി രാജ്ഞിയെ തൻ്റെ മുൻപാകെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചയച്ചാറേ അവൾ ചെന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ തങ്ങളുടെ ഭർത്താക്കന്മാരെ നിന്ദിക്കും. ഇന്നു തന്നെ രാജ്ഞിയുടെ പ്രവൃത്തി കേട്ട് പാർസ്യയിലെയും മേദ്യയിലെയും പ്രഭുപത്നിമാർ രാജാവിൻ്റെ സകല പ്രഭുക്കന്മാരോടും അങ്ങനെ തന്നെ പറയും. ഇങ്ങനെ നിന്നെയും നീരസവും അധികരിക്കും. രാജാവിന് സമ്മതമെങ്കിൽ വസ്തി ഇനി അഹശ്വേരോശ് രാജാവിൻ്റെ സന്നിധിയിൽ വരരുത് എന്ന് തിരുമുൻപിൽ നിന്ന് ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുകയും അത് മാറ്റിക്കൂടാതെ വണ്ണം പാർസ്യരുടെയും മേദ്യരുടെയും രാജധർമ്മത്തിൽ എഴുതിക്കുകയും രാജാവ് അവളുടെ രാജ്ഞി സ്ഥാനം അവളേക്കാൾ നല്ലവളായ മറ്റൊരുത്തിക്ക് കൊടുക്കുകയും വേണം. രാജാവ് കൽപ്പിക്കുന്ന വിധി രാജ്യത്തെല്ലായിടവും, അത് മഹാരാജ്യമല്ലോ, പരസ്യമാകുമ്പോൾ സകല ഭാര്യമാരും വലിയവരോ ചെറിയവരോ ആയ തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും. ഈ വാക്ക് രാജാവിനും പ്രഭുക്കന്മാർക്കും ബോധിച്ചു. രാജാവ് മെമൂഖാന്റെ വാക്കുപോലെ ചെയ്തു. ഏതു പുരുഷനും തൻ്റെ വീട്ടിൽ കർത്തവ്യം നടത്തുകയും സ്വഭാഷ സംസാരിക്കുകയും വേണമെന്ന് രാജാവ് തൻ്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അതത് സംസ്ഥാനത്തേക്ക് അതതിൻ്റെ അക്ഷരത്തിലും അതത് ജാതിക്ക് അവരവരുടെ ഭാഷയിലും എഴുത്തയച്ചു. അധ്യായം 2. അതിൻ്റെ ശേഷം അഹശ്വേരോശ് രാജാവിൻ്റെ ക്രോധം ശമിച്ചപ്പോൾ അവൻ വസ്തിയെയും അവൾ ചെയ്തതിനെയും അവളെക്കുറിച്ച് കൽപ്പിച്ച വിധിയെയും ഓർത്തു. അപ്പോൾ രാജാവിൻ്റെ സേവകന്മാരായ ഭൃത്യന്മാർ പറഞ്ഞത്, രാജാവിന് വേണ്ടി സൗന്ദര്യമുള്ള യുവതികളായ കന്യകമാരെ അന്വേഷിക്കട്ടെ. രാജാവ് രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം. അവർ സൗന്ദര്യമുള്ള യുവതികളായ സകല കന്യകമാരെയും ശേഖരിച്ച് ശൂഷൻ രാജധാനിയിലെ അന്തഃപുരത്തിൽ രാജാവിൻ്റെ ഷണ്ഡനായി അന്തഃപുര പാലകനായ ഹേഗായുടെ വിചാരണയിൽ ഏൽപ്പിക്കുകയും അവർക്ക് ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കൾ കൊടുക്കുകയും ചെയ്യട്ടെ. രാജാവിന് ബോധിച്ച യുവതി വസ്തിക്ക് പകരം രാജ്ഞിയായിരിക്കട്ടെ. ഈ കാര്യം രാജാവിന് ബോധിച്ചു. അവൻ അങ്ങനെ തന്നെ ചെയ്തു. എന്നാൽ ശൂഷൻ രാജധാനിയിൽ ബെന്യാമീനനായ കീശിൻ്റെ മകനായ ശിമെയിയുടെ മകനായ യായീറിൻ്റെ മകൻ മോർദെഖായി എന്നു പേരുള്ള ഒരു യഹൂദനുണ്ടായിരുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയ യഹൂദ രാജാവായ യെഖൊന്യാവോട് കൂടെ കൊണ്ടുപോയിരുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ അവനെയും യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയിരുന്നു.
അവൻ തൻ്റെ ചിറ്റപ്പൻ്റെ മകളായ എസ്തർ എന്ന ഹദസയ്ക്ക് അമ്മയപ്പന്മാരില്ലായ കൊണ്ട് അവളെ വളർത്തിയിരുന്നു. ഈ യുവതി രൂപവതിയും സുമുഖിയുമായിരുന്നു. അവളുടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മൊർദെഖായി അവളെ തനിക്ക് മകളായിട്ടെടുത്തു. രാജാവിൻ്റെ കൽപ്പനയും വിധിയും പരസ്യമായപ്പോൾ അനേകം യുവതികളെ ശേഖരിച്ച് ശൂശൻ രാജധാനിയിൽ ഹേഗായുടെ വിചാരണയിൽ ഏൽപ്പിച്ച കൂട്ടത്തിൽ എസ്തറിനെയും രാജധാനിയിലെ അന്തഃപുര പാലകനായ ഹേഗായുടെ വിചാരണയിൽ കൊണ്ടുവന്നു. ആ യുവതി അവന് ബോധിച്ചു. അവളോട് പക്ഷം തോന്നി. അവൻ അവളുടെ ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കളെയും ഉപജീവന വീതത്തെയും രാജധാനിയിൽ നിന്ന് കൊടുക്കേണ്ടുന്ന 7 ബാലിക്കാരുത്തുകളെയും അവൾക്ക് വേഗത്തിൽ കൊടുത്തു. അവളെയും അവളുടെ ബാലിക്കാരുത്തുകളെയും അന്തഃപുരത്തിലെ ഉത്തമമായ സ്ഥലത്താക്കി. എസ്തർ തൻ്റെ ജാതിയും കുലവും അറിയിച്ചില്ല. അതറിയിക്കരുത് എന്ന് മൊർദെഖായി അവളോട് കൽപ്പിച്ചിരുന്നു. എന്നാൽ എസ്തറിന്റെ സുഖവർത്തമാനവും അവൾക്ക് എന്തെല്ലാം ആകുമെന്നുള്ളതും അറിയേണ്ടതിന് മൊർദെഖായി ദിവസം പ്രതി അന്തഃപുരത്തിന്റെ മുറ്റത്തിന് മുൻപാകെ നടന്നുകൊണ്ടിരുന്നു. ഓരോ യുവതിക്ക് 12 മാസം സ്ത്രീജനത്തിന് വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്തു കഴിഞ്ഞ ശേഷം 6 മാസം മൂർത്തൈലവും 6 മാസം സുഗന്ധവർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മറ്റു വസ്തുക്കളും കൊണ്ട് അവരുടെ ശുദ്ധീകരണ കാലം തികയും. ഓരോരുത്തിക്ക് ആശീർവദിച്ച് രാജാവിൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ മുറ വരുമ്പോൾ ഓരോ യുവതി രാജസന്നിധിയിൽ ചെല്ലും. അന്തഃപുരത്തിൽ നിന്ന് രാജധാനിയോളം തന്നോടുകൂടെ കൊണ്ടുപോകേണ്ടതിന് അവൾ ചോദിക്കുന്ന സകലവും അവൾക്ക് കൊടുക്കും. സന്ധ്യാസമയത്ത് അവൾ ചെല്ലുകയും പ്രഭാതകാലത്ത് രാജാവിൻ്റെ ഷണ്ഡനായി വെപ്പാട്ടികളുടെ പാലകനായ ശയസ്കസിൻ്റെ വിചാരണയിലുള്ള 2ാമത്തെ അന്തഃപുരത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. രാജാവിന് അവളോട് ഇഷ്ടം തോന്നിയിട്ട് അവളെ പേർ പറഞ്ഞ് വിളിച്ചല്ലാതെ പിന്നെ അവൾക്ക് രാജസന്നിധിയിൽ ചെന്നുകൂടാ. എന്നാൽ മൊർദെഖായി തനിക്ക് മകളായിട്ടെടുത്തിരുന്ന അവൻ്റെ ചിറ്റപ്പൻ അബീഹയിലിൻ്റെ മകളായ എസ്തറിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറ വന്നപ്പോൾ അവൾ രാജാവിൻ്റെ ഷണ്ഡനും അന്തഃപുര പാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. എന്നാൽ എസ്തറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. അങ്ങനെ എസ്തറിനെ ആശീർവദിച്ച് രാജാവിൻ്റെ വാഴ്ചയുടെ 7ാം ആണ്ട് തേബേത്ത് മാസമായ 10ാം മാസത്തിൽ രാജധാനിയിൽ അവൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. രാജാവ് എസ്തറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. സകല കന്യാമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വച്ച് അവളെ വസ്തുക്ക് പകരം രാജ്ഞിയാക്കി. രാജാവ് തൻ്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും എസ്തറിന് വിരുന്നായിട്ട് ഒരു വലിയ വിരുന്ന് കഴിച്ചു. അവൻ സംസ്ഥാനങ്ങൾക്ക് ഒരു വിമോചനവും കൽപ്പിച്ചു. രാജപദവിക്ക് ഒത്തവണ്ണം സമ്മാനങ്ങളും കൊടുത്തു. 2ാം പ്രാവശ്യം കന്യകമാരെ ശേഖരിച്ചപ്പോൾ മൊർദെഖായി രാജാവിൻ്റെ വാതിൽക്കൽ ഇരുന്നിരുന്നു. മൊർദെഖായി കൽപ്പിച്ചതുപോലെ എസ്തർ തൻ്റെ കുലവും ജാതിയും അറിയിക്കാതെയിരുന്നു. എസ്തർ മൊർദെഖായുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ പോലെ പിന്നെയും അവൻ്റെ കൽപ്പന അനുസരിച്ചു പോന്നു. ആ കാലത്ത് മൊർദെഖായി രാജാവിൻ്റെ വാതിൽക്കൽ ഇരിക്കുമ്പോൾ വാതിൽ കാവൽക്കാരിൽ രാജാവിൻ്റെ 2 ഷണ്ഡന്മാരായ ബിഗ്ദാനും തേരേശും ക്രുതിച്ച് അഹശ്വേരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ തരമന്വേഷിച്ചു. മൊർദെഖായി കാര്യമറിഞ്ഞ് എസ്തർ രാജ്ഞിക്ക് അറിവ് കൊടുത്തു. എസ്തർ അത് മൊർദെഖായുടെ നാമത്തിൽ രാജാവിനെ ഗ്രഹിപ്പിച്ചു. അന്വേഷണം ചെയ്താറെ കാര്യം സത്യമെന്ന് കണ്ട് അവർ 2 പേരെയും കടുവിന്മേൽ തൂക്കിക്കളഞ്ഞു. ഇത് രാജാവിൻ്റെ മുൻപിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിവെച്ചു. അധ്യായം 3. അനന്തരം അഹശ്വേരോശ് രാജാവ് ആഗാഗനായ ഹമ്മേദാദിയുടെ മകൻ ഹാമാന് കയറ്റവും ഉന്നത പദവിയും കൊടുത്ത് അവൻ്റെ ഇരിപ്പിടം തന്നോട് കൂടെയിരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടങ്ങൾക്ക് മേലായി വച്ചു. രാജാവിൻ്റെ വാതിൽക്കലെ രാജഭൃത്തന്മാരൊക്കെയും ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു. രാജാവ് അവനെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും മൊർദെഖായി അവനെ കുമ്പിട്ടില്ല, നമസ്കരിച്ചതുമില്ല. അപ്പോൾ രാജാവിൻ്റെ വാതിൽക്കലെ രാജഭൃത്തന്മാർ മൊർദെഖായിയോട്, നീ രാജകൽപ്പന ലംഘിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. അവർ ഇങ്ങനെ ദിവസം പ്രതി അവനോട് പറഞ്ഞിട്ടും അവൻ അവരുടെ വാക്ക് കേൾക്കാതിരുന്നതിനാൽ മൊർദെഖായിയുടെ പെരുമാറ്റം നിലനിൽക്കുമോ എന്ന് കാണേണ്ടതിന് അവർ അത് ഹാമാനോട് അറിയിച്ചു. താൻ യഹൂദനെന്ന് അവൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊർദെഖായി തന്നെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ലെന്ന് കണ്ടിട്ട് ഹാമാൻ കോപം കൊണ്ട് നിറഞ്ഞു. എന്നാൽ മൊർദെഖായി മാത്രം കയ്യേറ്റം ചെയ്യുന്നത് അവന് പുച്ഛകാര്യമായി തോന്നി. മൊർദെഖായിയുടെ ജാതി എന്നതെന്ന് അവന് അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അഹശ്വേരോശിന്റെ രാജ്യത്തെല്ലായിടവുമുള്ള മൊർദെഖായിയുടെ ജാതിക്കാരായ യഹൂദന്മാരെയൊക്കെയും നശിപ്പിക്കേണ്ടതിന് ഹാമാൻ തരമന്വേഷിച്ചു. അഹശ്വേരോശ് രാജാവിൻ്റെ 12ാം ആണ്ടിൽ നീസാൻ മാസമായ 1ാം മാസത്തിൽ അവർ ആദാർ എന്ന 12ാം മാസം വരെയുള്ള ഓരോ ദിവസത്തെയും ഓരോ മാസത്തെയും കുറിച്ച് ഹാമാന്റെ മുൻപിൽ വെച്ച് പൂരെന്ന് ചീട്ടിട്ട് നോക്കി. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചിതറി കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവർ രാജാവിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നതുമില്ല. അതുകൊണ്ട് അവരെ അങ്ങനെ വിടുന്നത് രാജാവിന് യോഗ്യമല്ല.
രാജാവിന് സമ്മതമുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കേണ്ടതിന് സന്ദേശം എഴുതി അയക്കണം. എന്നാൽ ഞാൻ കാര്യവിചാരകന്മാരുടെ കയ്യിൽ 10,000 താലന്ത് വെള്ളി രാജാവിൻ്റെ ഭണ്ഡാരത്തിലേക്ക് കൊടുത്തയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് തൻ്റെ മോതിരം കയ്യിൽ നിന്നും ഊരി ആഗാഗനായ ഹമ്മേദാദിയുടെ മകനായി യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന് കൊടുത്തു. രാജാവ് ഹാമാനോട്, ഞാൻ ആ വെള്ളിയെയും ആ ജാതിയെയും നിനക്ക് ദാനം ചെയ്യുന്നു, ഇഷ്ടം പോലെ ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ 1-ാം മാസം 13-ാം തീയതി രാജാവിൻ്റെ രായസക്കാരെ വിളിച്ചു. ഹാമാൻ കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ രാജപ്രതിനിധികൾക്കും ഓരോ സംസ്ഥാനത്തിലെ ദേശാധിപതികൾക്കും അതത് ജനത്തിൻ്റെ പ്രഭുക്കന്മാർക്കും അതത് സംസ്ഥാനത്തിലേക്ക് അവിടുത്തെ അക്ഷരത്തിലും അതത് ജനത്തിന് അവരുടെ ഭാഷയിലും എഴുതി. ആശ്വേരോശ് രാജാവിൻ്റെ നാമത്തിൽ അതെഴുതി രാജമോതിരം കൊണ്ട് മുദ്രയിട്ടു. ആധാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നുമുടിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചൽക്കാർ വശം എഴുത്തയച്ചു. അന്നത്തേക്ക് ഒരുങ്ങിയിരിക്കണമെന്ന് സകല ജാതികൾക്കും പരസ്യം ചെയ്യേണ്ടതിന് കൊടുത്ത തീർപ്പിൻ്റെ പകർപ്പ് ഓരോ സംസ്ഥാനത്തിലും പ്രസ്തമാക്കി. അഞ്ചൽക്കാർ രാജകൽപ്പന പ്രമാണിച്ച് ക്ഷണത്തിൽ പുറപ്പെട്ടുപോയി. ശൂഷൻ രാജധാനിയിലും ആ തീർപ്പ് പരസ്യം ചെയ്തു. രാജാവും ഹാമാനും കുടിപ്പാനിരുന്നു. ശൂഷൻ പട്ടണമോ കലങ്ങിപ്പോയി. അധ്യായം 4. സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരി ഇട്ടും കൊണ്ട് പട്ടണത്തിൻ്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. അവൻ രാജാവിൻ്റെ പടിവാതിലോളവും വന്നു. എന്നാൽ രട്ടുടുത്തും കൊണ്ട് ആർക്കും രാജാവിൻ്റെ പടിവാതിലിനകത്ത് കടന്നുകൂടായിരുന്നു. രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും ചെന്ന ഓരോ സംസ്ഥാനത്തും യഹൂദന്മാരുടെ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി. പലരും രട്ടുടുത്ത് വെണ്ണീറിൽ കിടന്നു. എസ്തറിൻ്റെ ബാല്യക്കാരത്തികളും ഷണ്ടന്മാരും വന്ന് അത് രാജ്ഞിയെ അറിയിച്ചപ്പോൾ അവൾ അത്യന്തം വ്യസനിച്ചു. മൊർദെഖായുടെ രട്ട് നീക്കി അവനെ ഉടുപ്പിക്കേണ്ടതിന് അവന് വസ്ത്രം കൊടുത്തയച്ചു. എന്നാൽ അവൻ വാങ്ങിയില്ല. അപ്പോൾ എസ്തർ തൻ്റെ ശുശ്രൂഷയ്ക്ക് രാജാവാക്കിയിരുന്ന ഷണ്ടന്മാരിൽ ഒരുത്തനായ ഹദാക്കിനെ വിളിച്ചു. അതെന്തെന്നും അതിൻ്റെ കാരണം എന്തെന്നും അറിയേണ്ടതിന് മൊർദെഖായുടെ അടുക്കൽ പോയി വരുവാൻ അവന് കൽപ്പന കൊടുത്തു. അങ്ങനെ ഹദാക്ക് രാജാവിൻ്റെ പടിവാതിലിന് മുൻപിൽ പട്ടണത്തിൻ്റെ വിശാല സ്ഥലത്ത് മൊർദെഖായുടെ അടുക്കൽ ചെന്നു. മൊർദെഖായി തനിക്ക് സംഭവിച്ചതൊക്കെയും യഹൂദന്മാരെ നശിപ്പിക്കത്തക്കവണ്ണം ഹാമാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദ്രവ്യസംഖ്യയും അവനോട് അറിയിച്ചു. അവരെ നശിപ്പിക്കേണ്ടതിന് ശൂഷനിൽ പരസ്യമാക്കിയിരുന്ന തീർപ്പിൻ്റെ പകർപ്പ് അവൻ അവൻ്റെ കയ്യിൽ കൊടുത്ത് ഇത് എസ്തറിനെ കാണിച്ച് വിവരം അറിയിപ്പാനും അവൾ രാജസന്നിധിയിൽ ചെന്ന് തൻ്റെ ജനത്തിനു വേണ്ടി അപേക്ഷയും യാചനയും കഴിക്കേണ്ടതിന് അവളോട് ആജ്ഞാപിപ്പാനും പറഞ്ഞു. അങ്ങനെ ഹദാക്ക് ചെന്ന് മൊർദെഖായുടെ വാക്ക് എസ്തറിനെ അറിയിച്ചു. എസ്തർ മൊർദെഖായോട് ചെന്ന് പറവാൻ ഹദാക്കിന് കൽപ്പന കൊടുത്തതെന്തെന്നാൽ, യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിൻ്റെ അടുക്കൽ അകത്തെ പ്രാകാരത്തിൽ ചെന്നുവെങ്കിൽ ജീവനോടിരിക്കത്തക്കവണ്ണം രാജാവ് പൊൻചെങ്കോൽ ആ ആളുടെ നേരെ നീട്ടാഞ്ഞാൽ അയാളെ കൊല്ലണമെന്ന് ഒരു നിയമമുള്ള പ്രകാരം രാജാവിൻ്റെ സകല ഭൃത്യന്മാരും രാജാവിൻ്റെ സംസ്ഥാനങ്ങളിലെ ജനവും അറിയുന്നു. എന്നാൽ എന്നെ 30 ദിവസത്തിനകത്ത് രാജാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വിളിച്ചിട്ടില്ല. അവർ എസ്തറിൻ്റെ വാക്ക് മൊർദെഖായോട് അറിയിച്ചു. മൊർദെഖായി എസ്തറിനോട് മറുപടി പറവാൻ കൽപ്പിച്ചത്, നീ രാജധാനിയിൽ ഇരിക്കിയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചുപോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്? ആർക്കറിയാം. അതിന് എസ്തർ മൊർദെഖായോട് മറുപടി പറവാൻ കൽപ്പിച്ചത്, നീ ചെന്ന് ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പേൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. അങ്ങനെ മൊർദെഖായി ചെന്ന് എസ്തർ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു. അധ്യായം 5. 3-ാം ദിവസം എസ്തർ രാജവസ്ത്രം ധരിച്ചും കൊണ്ട് രാജധാനിയുടെ അകത്തെ പ്രാകാരത്തിൽ ചെന്ന് രാജഗൃഹത്തിൻ്റെ നേരെ നിന്നു. രാജാവ് രാജധാനിയിൽ രാജഗൃഹത്തിൻ്റെ വാതിലിന് നേരെ തൻ്റെ സിംഹാസനത്തിലിരിക്കുകയായിരുന്നു. എസ്തർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവൻ അവളോട് കൃപ തോന്നി. തൻ്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തറിൻ്റെ നേരെ നീട്ടി. എസ്തർ അടുത്തേന്ന് ചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു. രാജാവ് അവളോട്, എസ്തർ രാജ്ഞി, എന്തു വേണം? എന്താകുന്നു നിന്റെ അപേക്ഷ? രാജ്യത്തിൽ പാതിയോളമായാലും നിനക്ക് തരാമെന്ന് പറഞ്ഞു. അതിന് എസ്തർ, രാജാവിന് തിരുവുള്ളമുണ്ടായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് രാജാവും ഹാമാനും ഇന്ന് വരണമെന്ന് അപേക്ഷിച്ചു. എസ്തർ പറഞ്ഞതുപോലെ ചെയ്യുവാൻ ഹാമാനെ വേഗം വരുത്തുവിനെന്ന് രാജാവ് കൽപ്പിച്ചു. അങ്ങനെ രാജാവും ഹാമാനും എസ്തർ ഒരുക്കിയ വിരുന്നിന് ചെന്നു. വീഞ്ഞു വിരുന്നിൽ രാജാവ് എസ്തറിനോട്,
നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. നിന്റെ ആഗ്രഹം എന്ത്? രാജ്യത്തിൽ പാതിയോളമായാലും അത് നിവർത്തിച്ചു തരാമെന്ന് പറഞ്ഞു. അതിന് എസ്തർ, എൻ്റെ അപേക്ഷയും ആഗ്രഹവും ഇതാകുന്നു: രാജാവിന് എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷ നൽകുവാനും എൻ്റെ ആഗ്രഹം നിവർത്തിപ്പാനും രാജാവിന് തിരുവള്ളമുണ്ടെങ്കിൽ രാജാവും ഹാമാനും ഞാൻ ഇനിയും ഒരുക്കുന്ന വിരുന്നിന് വരേണം. നാളെ ഞാൻ രാജാവ് കൽപ്പിച്ചതുപോലെ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു. അന്ന് ഹാമാൻ സന്തോഷവും ആനന്ദവും ഉള്ളവനായി പുറപ്പെട്ടു പോയി. എന്നാൽ രാജാവിൻ്റെ വാതിൽക്കൽ മൊർദെഖായി എഴുന്നേൽക്കാതെയും തന്നെ കൂസാതെയും ഇരിക്കുന്നത് കണ്ട് ഹാമാൻ മൊർദെഖായിയുടെ നേരെ കോപം നിറഞ്ഞു. എങ്കിലും ഹാമാൻ തന്നെത്താൻ അടക്കിക്കൊണ്ട് തൻ്റെ വീട്ടിൽ ചെന്ന് സ്നേഹിതന്മാരെയും ഭാര്യയായ സേരേശിനെയും വിളിപ്പിച്ചു. ഹാമാൻ അവരോട് തൻ്റെ ധനമാഹാത്മ്യവും പുത്രബഹുത്വവും രാജാവ് തനിക്ക് നൽകിയ ഉന്നത പദവിയും പ്രഭുക്കന്മാർക്കും രാജഭൃത്യന്മാർക്കും മേലായി തന്നെ ഉയർത്തിയിരിക്കുന്നതും വിവരിച്ചു പറഞ്ഞു. എസ്തർ രാജ്ഞിയും താനൊരുക്കിയ വിരുന്നിനും എന്നെ അല്ലാതെ മറ്റാരെയും രാജാവിനോട് കൂടെ ചെല്ലുവാൻ അനുവദിച്ചില്ല. നാളെയും രാജാവിനോട് കൂടെ വിരുന്നിന് ചെല്ലുവാൻ എന്നെ ക്ഷണിച്ചിരിക്കുന്നു. എങ്കിലും യഹൂദനായ മൊർദെഖായി രാജാവിൻ്റെ വാതിൽക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം ഇതൊന്നും കൊണ്ട് എനിക്കൊരു തൃപ്തിയുമില്ല എന്നും ഹാമാൻ പറഞ്ഞു. അതിന് അവൻ്റെ ഭാര്യ സേരേശും അവൻ്റെ സകല സ്നേഹിതന്മാരും അവനോട്, 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കട്ടെ. മൊർദെഖായി അതിന്മേൽ തൂക്കിക്കളയേണ്ടതിന് നാളെ രാവിലെ നീ രാജാവിനോട് അപേക്ഷിക്കണം. പിന്നെ നിനക്ക് സന്തോഷമായി രാജാവിനോട് കൂടെ വിരുന്നിന് പോകാമെന്ന് പറഞ്ഞു. ഈ കാര്യം ഹാമാന് ബോധിച്ചു. അവൻ കഴുമരം ഉണ്ടാക്കിച്ചു. അധ്യായം 6. അന്ന് രാത്രി രാജാവിന് ഉറക്കം വരാകിയാൽ അവൻ ദിനവൃത്താന്തങ്ങൾ കുറിച്ചു വച്ചിരിക്കുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അത് രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു. ഉമ്മരപ്പടി കാവൽക്കാരായി രാജാവിൻ്റെ ഷണ്ഡന്മാരിൽ ബിഗ്ദാന, തേരേശ് എന്നീ 2 പേർ അഹശ്വേരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിച്ചിരുന്ന സംഗതി മൊർദെഖായി അറിവ് പ്രകാരം അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടു. ഇതിനുവേണ്ടി മൊർദെഖായിക്ക് എന്ത് ബഹുമാനവും പദവിയും കൊടുത്തു എന്ന് രാജാവ് ചോദിച്ചു. ഒന്നും കൊടുത്തിട്ടില്ല എന്ന് രാജാവിനെ സേവിച്ചു നിന്ന ഭൃത്യന്മാർ പറഞ്ഞു. പ്രാകാരത്തിൽ ആരുള്ളൂ എന്ന് രാജാവ് ചോദിച്ചു. എന്നാൽ ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി താൻ തീർപ്പിച്ച കഴിവിന്മേൽ അവനെ തൂക്കിക്കളയേണ്ടതിന് രാജാവിനോട് അപേക്ഷിപ്പാൻ രാജധാനിയുടെ പുറത്ത് പ്രാകാരത്തിൽ വന്ന് നിൽക്കുകയായിരുന്നു. രാജാവിൻ്റെ ഭൃത്യന്മാർ അവനോട്, ഹാമാൻ പ്രാകാരത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അകത്ത് വരട്ടെ എന്ന് രാജാവ് കൽപ്പിച്ചു. ഹാമാൻ അകത്ത് വന്നപ്പോൾ രാജാവ് അവനോട്, രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് എന്തെല്ലാമാകുന്നു ചെയ്തു കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു. എന്നെ അല്ലാതെ ആര് രാജാവ് അത്രയധികം ബഹുമാനിപ്പാൻ ഇച്ഛിക്കുമെന്ന് ഹാമാൻ ഉള്ളുകൊണ്ട് വിചാരിച്ചു. ഹാമാൻ രാജാവിനോട്, രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് വേണ്ടി രാജാവ് ധരിച്ചു വരുന്ന രാജവസ്ത്രവും രാജാവ് കയറുന്ന കുതിരയും അവൻ്റെ തലയിൽ വയ്ക്കുന്ന രാജകിരീടവും കൊണ്ടുവരട്ടെ. വസ്ത്രവും കുതിരയും രാജാവിൻ്റെ അതിശ്രേഷ്ഠ പ്രഭുക്കന്മാരിൽ ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷനെ ആ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണ വീതിയിൽ കൂടെ കൊണ്ടു നടന്ന് രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യുമെന്ന് അവൻ്റെ മുൻപിൽ വിളിച്ചു പറയണമെന്ന് പറഞ്ഞു. രാജാവ് ഹാമാനോട്, നീ വേഗം ചെന്ന് വസ്ത്രവും കുതിരയും നീ പറഞ്ഞതുപോലെ കൊണ്ടുവന്ന് രാജാവിൻ്റെ വാതിൽക്കൽ ഇരിക്കുന്ന യഹൂദനായ മൊർദെഖായിക്ക് അങ്ങനെയൊക്കെയും ചെയ്യുക. നീ പറഞ്ഞതിലൊന്നും കുറച്ച് കളയരുത് എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഹാമാൻ വസ്ത്രവും കുതിരയും കൊണ്ടുവന്ന് മൊർദെഖായിയെ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണ വീതിയിൽ കൂടെ കൊണ്ടു നടന്നു. രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യുമെന്ന് അവൻ്റെ മുൻപിൽ വിളിച്ചു പറഞ്ഞു. മൊർദെഖായി രാജാവിൻ്റെ വാതിൽക്കൽ മടങ്ങി വന്നു. ഹാമാനോ ദുഃഖിതനായി തല മൂടിയും കൊണ്ട് വേഗത്തിൽ വീട്ടിലേക്ക് പോയി. തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ സേരേശിനോടും തൻ്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു. അവൻ്റെ വിദ്വാൻമാരും അവൻ്റെ ഭാര്യ സേരേശും അവനോട്, മൊർദെഖായിയുടെ മുൻപിൽ നീ വീഴുവാൻ തുടങ്ങി. അവൻ യഹൂദ വംശക്കാരനാകുന്നുവെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല, അവനോട് തോറ്റുപോകുകയുള്ളൂ എന്ന് പറഞ്ഞു. അവർ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവിൻ്റെ ഷണ്ഡന്മാർ വന്ന് എസ്തർ ഒരുക്കിയ വിരുന്നിന് ഹാമാനെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. അധ്യായം 7. അങ്ങനെ രാജാവും ഹാമാനും എസ്തർ രാജ്ഞിയോടുകൂടെ വിരുന്ന് കഴിപ്പാൻ ചെന്നു. 2-ാം ദിവസവും വീഞ്ഞു വിരുന്നിൻ്റെ സമയത്ത് രാജാവ് എസ്തറിനോട്, എസ്തർ രാജ്ഞിയെ, നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. നിന്റെ ആഗ്രഹം എന്ത്? രാജ്യത്തിൽ പാതിയോളമായാലും അത് നിവർത്തിച്ചു തരാമെന്ന് പറഞ്ഞു. അതിന് എസ്തർ രാജ്ഞി, രാജാവേ, എന്നോട് കൃപയുണ്ടെങ്കിൽ രാജാവിന് തിരുവള്ളമുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷ കേട്ട് എൻ്റെ ജീവനെയും എൻ്റെ ആഗ്രഹമോർത്ത് എൻ്റെ ജനത്തെയും എനിക്ക് നൽകണമേ. ഞങ്ങളെ നശിപ്പിച്ച് കൊന്നുമുടിക്കേണ്ടതിന് എന്നെയും എൻ്റെ ജനത്തെയും വിറ്റുകളഞ്ഞിരിക്കുന്നുവല്ലോ. എന്നാൽ ഞങ്ങളെ ദാസീദാസന്മാരായി വിട്ടിരുന്നുവെങ്കിൽ വൈരിക്ക് രാജാവിൻ്റെ നഷ്ടത്തിന് തക്ക പ്രതിശാന്തി കൊടുപ്പാൻ കഴിവില്ലെന്ന് വരികിലും ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
ആശേരോശ് രാജാവ് എസ്തർ രാജ്ഞിയോട്, അവനാർ, ഇങ്ങനെ ചെയ്യുവാൻ തുനിഞ്ഞവൻ എവിടെയെന്ന് ചോദിച്ചു. അതിന് എസ്തർ, വൈരിയും ശത്രുവും ഈ ദുഷ്ടനായ ഹാമാൻ തന്നെയെന്ന് പറഞ്ഞു. അപ്പോൾ ഹാമാൻ രാജാവിൻ്റെയും രാജ്ഞിയുടെയും മുൻപിൽ ഭ്രമിച്ചുപോയി. രാജാവ് ക്രോധത്തോടെ വീഞ്ഞു വരുന്ന വിട്ട് എഴുന്നേറ്റ് ഉദ്യാനത്തിലേക്ക് പോയി. എന്നാൽ രാജാവ് തനിക്ക് അനർത്ഥം നിശ്ചയിച്ചുവെന്ന് കണ്ടിട്ട് ഹാമാൻ തൻ്റെ ജീവരക്ഷയ്ക്കായി എസ്തർ രാജ്ഞിയോട് അപേക്ഷിപ്പാൻ നിന്നു. രാജാവ് ഉദ്യാനത്തിൽ നിന്ന് വീണ്ടും വീഞ്ഞു വരുന്ന ശാലയിലേക്ക് വന്നപ്പോൾ എസ്തർ ഇരിക്കുന്ന മെത്തമേൽ ഹാമാൻ വീണ് കിടന്നിരുന്നു. അന്നേരം രാജാവ്, ഇവൻ എൻ്റെ മുൻപാകെ അരമനയിൽ വച്ച് രാജ്ഞിയെ ബലാത്കാരം ചെയ്യുമോ എന്ന് പറഞ്ഞു. ഈ വാക്ക് രാജാവിൻ്റെ വായിൽ നിന്ന് വീണ ഉടനെ അവർ ഹാമാൻ്റെ മുഖം മൂടി. അപ്പോൾ രാജാവിൻ്റെ ഷണ്ഡന്മാരിൽ ഒരുത്തനായ ഹർബോന, ഇതാ രാജാവിൻ്റെ നന്മയ്ക്കായി സംസാരിച്ച മൊർദെഖായിക്ക് ഹാമാൻ ഉണ്ടാക്കിയതായി 50 മുഴം ഉയരമുള്ള കഴുമരം ഹാമാൻ്റെ വീട്ടിൽ നിൽക്കുന്നു എന്ന് രാജസന്നിധിയിൽ ബോധിപ്പിച്ചു. അതിന്മേൽ തന്നെ അവനെ തൂക്കിക്കളവീനെന്ന് രാജാവ് കൽപ്പിച്ചു. അവർ ഹാമാനെ അവൻ മൊർദെഖായിക്ക് വേണ്ടി നാട്ടിയിരുന്ന കഴുമരത്തിന്മേൽ തന്നെ തൂക്കിക്കളഞ്ഞു. അങ്ങനെ രാജാവിൻ്റെ ക്രോധം ശമിച്ചു. അധ്യായം 8. അന്ന് ആശേരോശ് രാജാവ് യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന്റെ വീട് എസ്തർ രാജ്ഞിക്ക് കൊടുത്തു. മൊർദെഖായിക്ക് തന്നോടുള്ള ചാർച്ച ഇന്നതെന്ന് എസ്തർ അറിയിച്ചതുകൊണ്ട് അവൻ രാജസന്നിധിയിൽ പ്രവേശം പ്രാപിച്ചു. രാജാവ് ഹാമാന്റെ പക്കൽ നിന്നെടുത്ത് തന്റെ മോതിരമൂരി മൊർദെഖായിക്ക് കൊടുത്തു. എസ്തർ മൊർദെഖായിയെ ഹാമാന്റെ വീട്ടിന് മേൽ വിചാരകനാക്കി വച്ചു. എസ്തർ പിന്നെയും രാജാവിനോട് സംസാരിച്ച് അവന്റെ കാൽക്കൽ വീണു. ആഗാഗനായ ഹാമാന്റെ ദുഷ്ടതയും അവൻ യഹൂദന്മാർക്ക് വിരോധമായി നിരൂപിച്ച ഉപായവും നിഷ്ഫലമാക്കണമെന്ന് കരഞ്ഞപേക്ഷിച്ചു. രാജാവ് പൊൻചെങ്കോൽ എസ്തറുടെ നേരെ നീട്ടി. എസ്തർ എഴുന്നേറ്റ് രാജസന്നിധിയിൽ നിന്ന് പറഞ്ഞത്, രാജാവിന് തിരുവള്ളമുണ്ടായി തിരുമുൻപാകെ എനിക്ക് കൃപ ലഭിച്ചു. രാജാവിന് കാര്യം ന്യായമെന്ന് ബോധിച്ചു. തൃക്കണിൽ ഞാനും പ്രിയ ആയിരിക്കുന്നുവെങ്കിൽ രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലും യഹൂദന്മാരെ മുടിച്ചു കളയണമെന്ന് ആഗാഗനായ ഹമ്മേദാദിയുടെ മകൻ ഹാമാൻ എഴുതിയ ഉപായ ലേഖനങ്ങളെ ദുർബലപ്പെടുത്തേണ്ടതിന് കൽപ്പന അയക്കണമേ. എൻ്റെ ജനത്തിന് വരുന്ന അനർത്ഥം ഞാൻ എങ്ങനെ കണ്ടു സഹിക്കും? എൻ്റെ വംശത്തിൻ്റെ നാശവും ഞാൻ എങ്ങനെ കണ്ടു സഹിക്കും? അപ്പോൾ ആശേരോശ് രാജാവ് എസ്തർ രാജ്ഞിയോടും യഹൂദനായ മൊർദെഖായിയോടും കൽപ്പിച്ചത്, ഞാൻ ഹാമാന്റെ വീട് എസ്തറിന് കൊടുത്തുവല്ലോ. അവൻ യഹൂദന്മാരെ കയറ്റം ചെയ്യുവാൻ പോയതുകൊണ്ട് അവനെ കഴുമരത്തിന്മേൽ തൂക്കിക്കളഞ്ഞു. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളും രാജാവിൻ്റെ നാമത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതി രാജാവിൻ്റെ മോതിരം കൊണ്ട് മുദ്രയിടുവേൻ. രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്ത രേഖയെ ദുർബലപ്പെടുത്തുവാൻ ആർക്കും പാടില്ലല്ലോ. അങ്ങനെ സീവാൻ മാസമായ 3-ാം മാസം 23-ാം തീയതി തന്നെ രാജാവിൻ്റെ രായസക്കാരെ വിളിച്ചു. മൊർദെഖായി കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ യഹൂദന്മാർക്കും ഹിന്ദുദേശം മുതൽ കൂശ് വരെയുള്ള 127 സംസ്ഥാനങ്ങളിലെ രാജപ്രതിനിധികൾക്കും ദേശാധിപതിമാർക്കും സംസ്ഥാന പ്രഭുക്കന്മാർക്കും അതത് സംസ്ഥാനത്തിലേക്ക് അവിടുത്തെ അക്ഷരത്തിലും അതത് ജാതിക്ക് അതത് ഭാഷയിലും യഹൂദന്മാർക്ക് അവരുടെ അക്ഷരത്തിലും ഭാഷയിലും എഴുതി. അവൻ ആശേരോശ് രാജാവിൻ്റെ നാമത്തിൽ എഴുതിച്ച് രാജമോതിരം കൊണ്ട് മുദ്രയിട്ടു. ലേഖനങ്ങളെ രാജാവിൻ്റെ അശ്വഗണത്തിൽ വളർന്ന് രാജ്യകാര്യത്തിന് ഉപയോഗിക്കുന്ന തുരകങ്ങളുടെ പുറത്തു കയറി ഓടിക്കുന്ന അഞ്ചൽക്കാരുടെ കൈവശം കൊടുത്തയച്ചു. അവയിൽ രാജാവ് ആശേരോശ് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലും ആധാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ അതത് പട്ടണത്തിലെ യഹൂദന്മാർ ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി പൊരുതി നിൽപ്പാനും തങ്ങളെ ഉപദ്രവിപ്പാൻ വരുന്ന ജാതിയുടെയും സംസ്ഥാനത്തിൻ്റെയും സകല സൈന്യത്തെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നശിപ്പിച്ചു കൊന്നു മുടിപ്പാനും അവരുടെ സമ്പത്ത് കൊള്ളയിടുവാനും യഹൂദന്മാർക്ക് അധികാരം കൊടുത്തു. അന്നത്തേക്ക് യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കണമെന്ന് സകല ജാതികൾക്കും പരസ്യം ചെയ്യേണ്ടതിന് കൊടുത്ത തീർപ്പിൻ്റെ പകർപ്പ് ഓരോ സംസ്ഥാനത്തിലും പ്രസിദ്ധമാക്കി. അങ്ങനെ അഞ്ചൽക്കാർ രാജകീയ തുരകങ്ങളുടെ പുറത്തു കയറി രാജാവിൻ്റെ കൽപ്പനയാൽ നിർബന്ധിതരായി ബന്ധപ്പെട്ട് ഓടിച്ചുപോയി. ശൂഷൻ രാജധാനിയിലും തീർപ്പ് പരസ്യം ചെയ്തു. എന്നാൽ മൊർദെഖായി നീലവും ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണനൂൽ കൊണ്ടുള്ള രക്താംബരവും ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. ശൂഷൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു. യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും ചെന്നെത്തിയ സകല സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും യഹൂദന്മാർക്ക് ആനന്ദവും സന്തോഷവും വിരുന്നും ഉത്സവവും ഉണ്ടായി. യഹൂദന്മാരുള്ള പേടി ദേശത്തെ ജാതികളിന്മേൽ വീണിരുന്നത് കൊണ്ട് അവർ പലരും യഹൂദന്മാരായി തീർന്നു. അധ്യായം 9. ആധാർ മാസമായ 12-ാം മാസം 13-ാം തീയതി രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും നടത്തുവാൻ അടുത്തപ്പോൾ യഹൂദന്മാരുടെ ശത്രുക്കൾ അവരുടെ നേരെ പ്രാബല്യം പ്രാപിക്കുമെന്ന് ആശിച്ചതും നേരെ മറിച്ച് യഹൂദന്മാർക്ക് തങ്ങളുടെ വൈരികളുടെ നേരെ പ്രാബല്യം പ്രാപിച്ചതുമായ ദിവസത്തിൽ തന്നെ
ആശേരോശ് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലും യഹൂദന്മാർ തങ്ങളുടെ പട്ടണങ്ങളിൽ തങ്ങളോട് ദോഷം ചെയ്യുവാൻ ഭാവിച്ചവരെ കയ്യേറ്റം ചെയ്യേണ്ടതിന് ഒന്നിച്ചുകൂടി. അവരെയുള്ള പേടി സകല ജാതികളുടെയും മേൽ വീണിരുന്നത് കൊണ്ട് ആർക്കും അവരോട് എതിർത്തു നിൽപ്പാൻ കഴിഞ്ഞില്ല. സകല സംസ്ഥാന പ്രഭുക്കന്മാരും രാജപ്രതിനിധികളും ദേശാധിപതികളും രാജാവിൻ്റെ കാര്യക്കാരന്മാരും മൊർദെഖായിയുള്ള പേടി അവരുടെ മേൽ വീണിരുന്നത് കൊണ്ട് യഹൂദന്മാർക്ക് സഹായം ചെയ്തു. മൊർദെഖായി രാജധാനിയിൽ മഹാനായിരുന്നു. മൊർദെഖായി എന്ന പുരുഷൻ മേൽക്കുമേൽ മഹാനായി തീർന്നതുകൊണ്ട് അവൻ്റെ കീർത്തി സകല സംസ്ഥാനങ്ങളിലും പരന്നു. യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളെയൊക്കെയും വെട്ടിക്കൊന്ന് മുടിച്ചു കളഞ്ഞു. തങ്ങളെ പകച്ചവരോട് തങ്ങൾക്ക് ബോധിച്ചതുപോലെ പ്രവർത്തിച്ചു. ശൂഷൻ രാജധാനിയിൽ യഹൂദന്മാർ 500 പേരെ കൊന്നുമുടിച്ചു. പർശൻ, ദാദ, ദൽഫോൻ, അസ്പാദ, പോറാദ, അദല്യ, അരീദാദ, പർമസ്ത, അരീസായി, അരീദായി, വയസാദ എന്നിങ്ങനെ ഹമ്മേദാദയുടെ മകനായി യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന്റെ 10 പുത്രന്മാരെയും അവർ കൊന്നുകളഞ്ഞു. എന്നാൽ കവർച്ചയ്ക്ക് അവർ കൈ നീട്ടിയില്ല. ശൂഷൻ രാജധാനിയിൽ അവർ കൊന്നവരുടെ സംഖ്യ അന്ന് തന്നെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് എസ്തർ രാജ്ഞിയോട്, യഹൂദന്മാർ ശൂഷൻ രാജധാനിയിൽ 500 പേരെയും ഹാമാന്റെ 10 പുത്രന്മാരെയും കൊന്നുമുടിച്ചു. രാജാവിൻ്റെ മറ്റു സംസ്ഥാനങ്ങളിൽ അവർ എന്ത് ചെയ്തിരിക്കും? ഇനിയും നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. ഇനിയും നിന്റെ ആഗ്രഹം എന്ത്? അത് നിവർത്തിച്ചു തരാമെന്ന് പറഞ്ഞു. അതിന് എസ്തർ, രാജാവിന് തിരുവുള്ളമുണ്ടായി ശൂഷനിലെ യഹൂദന്മാർ ഇന്നത്തെ തീർപ്പ് പോലെ നാളെയും ചെയ്യുവാൻ അനുവദിക്കുകയും ഹാമാന്റെ 10 പുത്രന്മാരെയും കടുമരത്തിന്മേൽ തൂക്കിക്കുകയും ചെയ്യണമേ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു കൊള്ളുവാൻ രാജാവ് കൽപ്പിച്ചു. ശൂഷനിൽ തീർപ്പ് പരസ്യമാക്കി. ഹാമാന്റെ 10 പുത്രന്മാരെ അവർ തൂക്കിക്കളഞ്ഞു. ശൂഷനിലെ യഹൂദന്മാർ ആദാർ മാസം 14-ാം തീയതിയും ഒന്നിച്ചുകൂടി ശൂഷനിൽ 300 പേരെ കൊന്നു. എങ്കിലും കവർച്ചയ്ക്ക് അവർ കൈ നീട്ടിയില്ല. രാജാവിൻ്റെ സംസ്ഥാനങ്ങളിലെ ശേഷം യഹൂദന്മാർ ആദാർ മാസം 13-ാം തീയതി ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്കായി പൊരുതി ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ് വിശ്രമം പ്രാപിച്ചു. അവർ തങ്ങളുടെ വയലുകളിൽ 75,000 പേരെ കൊന്നുകളഞ്ഞു. എങ്കിലും കവർച്ചയ്ക്ക് കൈ നീട്ടിയില്ല. ആ മാസം 14-ാം തീയതിയോ അവർ വിശ്രമിച്ച് വിരുന്നും സന്തോഷവുമുള്ള ദിവസമായിട്ട് അതിനെ ആചരിച്ചു. ശൂഷനിലെ യഹൂദന്മാർ ആ മാസം 13-ാം തീയതിയും 14-ാം തീയതിയും ഒന്നിച്ചുകൂടി 15-ാം തീയതി അവർ വിശ്രമിച്ച് അതിനെ വിരുന്നും സന്തോഷവുമുള്ള ദിവസമായിട്ട് ആചരിച്ചു. അതുകൊണ്ട് മതിലില്ലാത്ത പട്ടണങ്ങളിൽ പാർക്കുന്ന നാട്ടുപുറങ്ങളിലെ യഹൂദന്മാർ ആദാർ മാസം 14-ാം തീയതി സന്തോഷവും വിരുന്നുമുള്ള ദിവസവും ഉത്സവ ദിനവുമായിട്ട് ആചരിക്കുകയും തമ്മിൽ തമ്മിൽ സമ്മാനങ്ങൾ കൊടുത്തയക്കുകയും ചെയ്യുന്നു. ആണ്ടുതോറും ആദാർ മാസം 14-ഉം 15-ഉം തീയതിയെ യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ് വിശ്രമിച്ച ദിവസങ്ങളായിട്ടും ദുഃഖമാർക്ക് സന്തോഷമായും വിലാപം ഉത്സവമായും തീർന്ന മാസമായിട്ടും ആചരിക്കണമെന്നും അവ വിരുന്നും സന്തോഷവുമുള്ള നാളുകളും തമ്മിൽ തമ്മിൽ സമ്മാനങ്ങളും ദരിദ്രന്മാർക്ക് ദാനധർമ്മങ്ങളും കൊടുക്കുന്ന നാളുകളുമായിട്ട് ആചരിക്കണമെന്നും ആശേരോശ് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലും സമീപത്തും ദൂരത്തുമുള്ള സകല യഹൂദന്മാർക്കും ചട്ടമാക്കേണ്ടതിനും മൊർദെഖായി കാര്യങ്ങൾ എഴുതി അവർക്ക് എഴുത്തയച്ചു. അങ്ങനെ യഹൂദന്മാർ തങ്ങൾ തുടങ്ങിയിരുന്നതും മൊർദെഖായി തങ്ങൾക്ക് എഴുതിയിരുന്നതുമായ കാര്യം ഒരു ചട്ടമായി കൈക്കൊണ്ടു. ആഗാഗനായ ഹമ്മേദാദയുടെ മകനായ എല്ലാ യഹൂദന്മാരുടെയും ശത്രുവായ ഹാമാൻ യഹൂദന്മാരെ നശിപ്പിക്കേണ്ടതിന് അവരുടെ നേരെ ഉപായം ചിന്തിക്കുകയും അവരെ നശിപ്പിച്ച് മുടിക്കേണ്ടതിന് പൂരെന്ന ചീട്ടിടുവിക്കുകയും കാര്യം രാജാവിന് അറിവ് കിട്ടിയപ്പോൾ അവൻ യഹൂദന്മാർക്ക് വിരോധമായി ചിന്തിച്ചിരുന്ന ഉപായം അവൻ്റെ തലയിലേക്ക് തന്നെ തിരിയുവാനും അവനെയും അവൻ്റെ പുത്രന്മാരെയും കഴുമരത്തിന്മേൽ തൂക്കിക്കളവാനും രാജാവ് രേഖാമൂലം കൽപ്പിക്കുകയും ചെയ്തതുകൊണ്ട് അവർ ആ നാളുകൾക്ക് പൂരെന്ന പദത്താൽ പുരീം എന്ന് പേർ വിളിച്ചു. ഈ എഴുത്തിലെ സകല വൃത്താന്തങ്ങളും ആ കാര്യത്തിൽ അവർ തന്നെ കണ്ടവയും അവർക്ക് സംഭവിച്ചവയും നിമിത്തം യഹൂദന്മാർ ഈ 2 ദിവസങ്ങളെ അവരുടെ ചട്ടവും കാലവും അനുസരിച്ച് ആണ്ടുതോറും വീഴ്ചകൂടാതെ ആചരിക്കത്തക്കവണ്ണവും ഈ ദിവസങ്ങൾ തലമുറ തലമുറയായി സകല വംശങ്ങളിലും സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും ഓർക്കത്തക്കവണ്ണവും ഈ പുരീം ദിവസങ്ങൾ യഹൂദന്മാരുടെ മധ്യേ നിന്ന് ഒഴിഞ്ഞു പോകുകയോ അവയുടെ ഓർമ്മ തങ്ങളുടെ സന്തതിയിൽ നിന്ന് വിട്ടുപോകുകയോ ചെയ്യാത്ത പ്രകാരവും തങ്ങൾക്കും സന്തതികൾക്കും അവരോട് ചേരുവാനുള്ള എല്ലാവർക്കും ചട്ടമായി കൈക്കൊണ്ടു. പുരീം സംബന്ധിച്ച് ഈ 2-ാം ലേഖനം സ്ഥിരമാക്കേണ്ടതിന് അബീഹേലിന്റെ മകളായ എസ്തർ രാജ്ഞിയും യഹൂദനായ മൊർദെഖായിയും സർവ്വ അധികാരത്തോടും കൂടെ എഴുത്തെഴുതി. യഹൂദനായ മൊർദെഖായിയും എസ്തർ രാജ്ഞിയും അവർക്ക് ചട്ടമാക്കിയിരുന്നത് പോലെയും അവർ തന്നെ തങ്ങളുടെ ഉപവാസത്തിൻ്റെയും കരച്ചിലിൻ്റെയും സംഗതികളെ തങ്ങൾക്കും സന്തതികൾക്കും ചട്ടമാക്കിയിരുന്നത് പോലെയും ഈ പുരീം ദിവസങ്ങളെ നിശ്ചിത സമയത്ത് തന്നെ സ്ഥിരമാക്കേണ്ടതിന് അവൻ ആശേരോശിൻ്റെ രാജ്യത്തിൽ ഉൾപ്പെട്ട 127 സംസ്ഥാനങ്ങളിലെ സകല യഹൂദന്മാർക്കും സമാധാനവും സത്യവുമായുള്ള വാക്കുകളോടുകൂടി എഴുത്തയച്ചു. ഇങ്ങനെ എസ്തറിൻ്റെ ആജ്ഞയാൽ പുരീം സംബന്ധിച്ച കാര്യങ്ങൾ ഉറപ്പായി അത് പുസ്തകത്തിൽ എഴുതി വച്ചു. അധ്യായം 10. അനന്തരം ആശേരോശ് രാജാവ് ദേശത്തിനും സമുദ്രത്തിലെ ദ്വീപുകൾക്കും ഒരു കരം കൽപ്പിച്ചു. അവൻ്റെ ബലത്തിൻ്റെയും പരാക്രമത്തിൻ്റെയും സകല വൃത്താന്തങ്ങളും രാജാവ് മൊർദെഖായി ഉയർത്തിയ ഉന്നത പദവിയുടെ വിവരവും മേദ്യയിലെയും പാർസ്യയിലെയും രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു.
യഹൂദനായ മൊർദെഖായി അഹശ്വേരോശ് രാജാവിൻ്റെ രണ്ടാമനും, യഹൂദന്മാരിൽ വച്ചു മഹാനും, സഹോദര സംഘത്തിന് ഇഷ്ടനും, സ്വജനത്തിന് ഗുണകാംക്ഷിയും, തൻ്റെ സർവ്വവംശത്തിനും അനുകൂലവാദിയുമായിരുന്നു.